ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സദ്വാർത്തയുടെ 8-ാം നാൾ കർത്താവിൻ്റെ വചനത്തെ ധ്യാനിച്ച് നമ്മുടെ അനുദിന ജീവിത വ്യാപാരങ്ങളെ കർത്താവ് തമ്പുരാൻ്റെ തിരുവചനത്തിൽ വിലയിരുത്തി ചില ഹോംവർക്കുകളൊക്കെ ചെയ്ത് നമ്മൾ നടത്തുന്ന ഈ ലളിതമായ യാത്ര 8-ാം നാളിലേക്ക് എത്തുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിൽ പറഞ്ഞില്ലേ, നമ്മുടെ പ്രിയപ്പെട്ടവർ ഇതിൽ പങ്കെടുക്കാൻ കഴിയാതെ പോകുന്നവരോട് ഇതിൽ പറയുന്ന കാര്യം നിങ്ങൾ ചെറുതായിട്ട്, ഉദാഹരണത്തിന് ഇന്നലെ പറഞ്ഞ കാര്യമില്ലേ, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യരുത്, മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യരുത്. അത് പറഞ്ഞു കൊടുക്കാൻ നമ്മളിത് വിളിച്ചിരുത്തി വലിയ പ്രസംഗം പറയണ്ട, അടുത്തിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. കുഞ്ഞെ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും യുവജനങ്ങൾക്കും ഒക്കെ, നീ കാരണം വേറെ ഒരാൾ സങ്കടപ്പെടരുത്. ദാറ്റ്സ് എ ഹ്യൂമൻ വാല്യൂ. ഒരു മാനുഷിക ഗുണമാണത്. അതിന് വലിയ ദൈവവിശ്വാസി ആയില്ലെങ്കിൽ കൂടി ചെയ്യാവുന്നതാണ്. ഇനി കുറച്ചൊക്കെ പ്രാർത്ഥനയുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ്? അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പറഞ്ഞത്, അതായത് ദൈവാനുഭവത്തിൻ്റെ മെച്ചത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരണം. യൗസേപ്പ് പിതാവ് ചെയ്തതുപോലെ, അവൻ നിദ്രയിൽ നിന്നുണർന്ന് കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് പോലെ അത് നമ്മുടെ ജീവിതത്തിലും റിപ്പീറ്റ് ചെയ്യപ്പെടണം. അത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, യു ആർ ബിക്കമിങ് പാർട്ട് ഓഫ് ഇവാഞ്ചലൈസേഷൻ. സുവിശേഷവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളും മാറുമെന്ന് ഓർക്കണം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. 2 വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇന്നത്തെ സദ്വാർത്തയുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ധ്യാനം ഈ 2 വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യം. മത്തായി 1:21, മത്തായി 1:23. ബൈബിൾ എടുത്തു വെച്ചു. ഈ 2 വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയെന്ന് ഓർത്താൽ മതി. മത്തായി 1:21, മത്തായി 1:23. ഇതെന്താ സംഭവം എന്നറിയാമോ? ഈ അടുത്ത കാലത്തല്ല, നേരത്തെ തൊട്ടേ ഇങ്ങനെ കുട്ടികൾക്കും യൂത്തിനുമൊക്കെ ക്ലാസ് എടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഞാൻ വളരെ കംഫർട്ടബിളുമാണ്. കുട്ടികളോടും യുവജനങ്ങളോടും സംസാരിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം വൈബ്രൻ്റ് ആണല്ലോ. ചോദ്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്നുകൊണ്ടിരിക്കും, ഇടയ്ക്ക് അവരുടേതായിട്ടുള്ള വിയോജിപ്പുകൾ അവർ പറയും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. മുതിർന്നവരോട് സംസാരിക്കാൻ എളുപ്പം, ഏറ്റവും എളുപ്പം അമ്മമാർ ക്ലാസ് എടുക്കാനാണ് കേട്ടോ. ഒരിടവകയിലോ അല്ലെങ്കിൽ ഒരു നാട്ടിലോ ഏറ്റവും എളുപ്പം അമ്മമാർ ക്ലാസ് എടുക്കാനാണ്. പാവം അമ്മമാർ അവിടെ ഇരുന്നോളും, നമ്മൾ പറയുന്ന എല്ലാ പൊട്ടത്തമാശയ്ക്കും ചിരിച്ചുകൊണ്ടിരുന്നോളും. പക്ഷേ പിള്ളേരൊക്കെ ആണെങ്കിൽ പറയുന്ന തമാശയ്ക്ക് ക്വാളിറ്റി ഇല്ലെങ്കിൽ അവന്മാർ ആഞ്ഞ് പുച്ഛിച്ച് കളയും നമ്മളെ. അപ്പോൾ നമുക്ക് ഈ ഡൂക്കിലി പരിപാടി കൊണ്ട് യുവജനങ്ങളുടെയും കുട്ടികളുടെയും മുമ്പിലോട്ട് ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് യുവജനങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ അടുത്ത നാളിൽ നമ്മുടെ നാട്ടിലും വിദേശത്തുമൊക്കെ ആയിട്ട് യുവജനങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തു. അത് ക്രിസ്ത്യൻ കാത്തലിക് ട്രെയിനിങ് പ്രോഗ്രാമുകൾ. അതൊരു ധ്യാനം എന്നതിനേക്കാൾ ഉപരി കണ്ടൻറ് ഓറിയൻറ്റഡ് ആയിട്ട് കാത്തലിക് ഫെയ്ത്തിനെ, പരിശുദ്ധ ഗ്രന്ഥത്തെ, സഭയുടെ ടീച്ചിങ്ങുകളെ, സഭയുടെ പാരമ്പര്യത്തെ ഒക്കെ കുഞ്ഞുങ്ങളിലേക്ക് പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് പല ഭാഗത്ത് ചെയ്യാൻ പറ്റി. അതിന് വളരെ സന്തോഷമുണ്ട് എനിക്ക്. കാരണം അത് ഭയങ്കര നമ്മളെ കൂടെ എൻലൈറ്റൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈശോയെക്കുറിച്ചും ദ പേഴ്സണാലിറ്റി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അപ്പോൾ നമ്മൾ ഒരു മെയിൻ തീം അതാണ്, ഗെറ്റ് ഇൻ ടു ആൻ എൻകൗണ്ടർ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഈശോ തമ്പുരാൻ എന്ന വ്യക്തിയുമായി ഒരു പേഴ്സണൽ കണ്ടുമുട്ടലിലേക്ക് നമ്മൾ വരണം. അപ്പോൾ ഈശോയെ കൂടുതൽ അറിയണം, ആ വ്യക്തിയെ, അയാളുടെ ജീവിതത്തെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെ ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ഇങ്ങനെ കൺഫ്രണ്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ചോദ്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വരുവേ. അപ്പോൾ അടുത്ത കാലത്തായിട്ട് കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന, പണ്ട് തൊട്ടേ ചോദിച്ചിരുന്നതാണ്, ഇപ്പോൾ കുറച്ചുകൂടി ലൗഡായി അവരുടെ ചോദിക്കുന്നൊരു മെയിൻ ചോദ്യമാണ്. അവർ ചോദിക്കുന്നത്, ശരിക്കും ഈശോയുടെ പേരെന്താ എന്നാണ് ചോദിച്ചത്. ശരിക്കും ഈശോയുടെ പേരെന്താ? കാരണം ഈശോ എന്നാണോ പേര്, എമ്മാനുവേൽ എന്നാണോ പേര്? അപ്പോൾ പിള്ളേരുടനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുക ചോദ്യത്തെ. അവർ ബൈബിൾ എടുത്ത് വെച്ചിട്ട് പറയും, ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ പറയും. നോക്കിക്കേ, ഇത് നിങ്ങൾ ബൈബിളിൽ അടയാളപ്പെടുത്ത്. മത്തായി 1:21 ഇങ്ങനെയാണ്. ജോസഫിനോട് ദൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്, അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് ഈശോ എന്ന് പേര് ഇടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അപ്പം എന്താ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? നീ അവന് ഈശോ എന്ന് പേര് ഇടണം. അടുത്തത് 1:23, മത്തായി 1:23 ജോസഫിനോട് തന്നെ ദൂതൻ പറഞ്ഞു കൊടുക്കുകയാണ്, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാക്കാൻ വേണ്ടിയാണല്ലോ ഇതെല്ലാം സംഭവിച്ചത്. പിള്ളേർ ചോദ്യം ഇതാണ്. അതായത് അവൻ്റെ പേര് ഈശോ എന്നാണോ എമ്മാനുവേൽ എന്നാണോ ഉറപ്പിക്കുക എന്ന് ചോദിക്കും.
ഈശോ എന്നാണോ അതാണ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ, നമ്മുടെ കൂട്ടത്തിലല്ല, നമ്മുടെ കൂട്ടത്തിൻ്റെ പുറത്ത് ചില ആളുകളുണ്ട്. അവർ പറയുന്ന ആരോപണം, കത്തോലിക്ക തിരുസഭ എമ്മാനുവേൽ എന്ന പേരിനെ മറച്ചു വെച്ചു, അതാണ് ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞ് എന്തോ മഹാത്ഭുതം പറയുന്നത്, മഹാരഹസ്യം പറയുന്നത് പോലെ ഈ പേര് പറയുന്നവരുണ്ട്. ശരിക്കും നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കണം, ഈശോ ആണോ എമ്മാനുവേലാണോ? ഡീറ്റെയിൽഡ് ക്ലാസ്സിലേക്ക് ഞാൻ പോകുന്നില്ല. നമ്മൾ ആ ഒരു വാക്കിനെ എക്സ്പ്ലോർ ചെയ്യും, പക്ഷേ എന്നാലും എളുപ്പത്തിൽ ഈ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിൽ മാഞ്ഞും മറഞ്ഞും പോകാത്ത രീതിയിൽ ഈ വ്യത്യാസം മനസ്സിൽ കിടക്കട്ടെ. ഈശോ ആണോ എമ്മാനുവേലാണോ? ഉത്തരം, ഈശോ എന്നത് അവൻ്റെ പേരും എമ്മാനുവേൽ എന്നത് അവൻ്റെ സ്വഭാവവുമാണ്. ഈശോ എന്നത് അവന് നിശ്ചയിക്കപ്പെട്ട പേര്. ആ പേര് നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ എന്താ പേരിൻ്റെ അർത്ഥം? ഈശോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ വീട്ടിലിരുന്ന് പറഞ്ഞു നോക്കിക്കേ, കാലം കുറേയായിട്ട് ക്രിസ്ത്യാനികളാണല്ലോ. ഈശോ എന്ന വേർഡിൻ്റെ ലിറ്ററൽ മീനിങ് എന്താ? ഈശോ, യേശു, ജീസസ് എന്ന പേരിൻ്റെ ലിറ്ററൽ മീനിങ് എന്താ? ലിറ്ററൽ മീനിങ് ഗോഡ് സേവ്സ്, ദൈവം രക്ഷിക്കുന്നു, ദൈവം രക്ഷിക്കുന്നു. അപ്പം ഈശോയെ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ എന്താ? ദൈവം രക്ഷിക്കുന്നു എന്ന അനുഭവം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ തിരിച്ചറിയും അടുത്തത് എന്ത്? അവൻ ഇമ്മാനുവേലാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന ദൈവമാണ് അവൻ. ദൈവം നമ്മോട് കൂടെ. അത് ഈശോ എന്ന പേരിടണം. താഴെ പറഞ്ഞിരിക്കുന്നത് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുമെന്ന് പ്രവാചകന്മാർ വഴി അരുളി ചെയ്തത് പൂർത്തിയാകാനാണല്ലോ ഇത് സംഭവിച്ചത്. എന്നുവെച്ചാൽ ദൈവം കൂടെ ഇറങ്ങി വരുമെന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണിവൻ. ദൈവം കൂടെ ഇറങ്ങി വരുമെന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണം. ദൈവം നമ്മോടുകൂടെ, എമ്മാനുവേൽ, ഈശോ. ഇപ്പം അത് കിട്ടിക്കാണും. ഈശോ എന്നത് പേരും ദൈവം നമ്മോടുകൂടെ, എമ്മാനുവേൽ എന്നത് അവൻ്റെ സ്വഭാവവുമാണ് എന്ന് ഓർത്തു വെക്കുക. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ ഓർത്തേക്കരുത്, പുതിയ നിയമം ആരംഭിച്ചപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നിരിക്കുന്നു. ദൈവം നമ്മോടുകൂടെ, എമ്മാനുവേൽ. അല്ല, ആദ്യം മുതലേ ദൈവം അങ്ങനെയാണ്. സൃഷ്ടികർമ്മം തൊട്ടേ ദൈവം അങ്ങനെയാണ്. സൃഷ്ടികർമ്മം തൊട്ടേ ദൈവം കൂടെ വസിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നില്ലേ, വൈകുന്നേര നടത്തത്തിന് ആദത്തിൻ്റെ കൂടെ ഇറങ്ങി നടക്കുന്ന ഒരു കർത്താവുണ്ട്. എന്നുവെച്ചാൽ കൂടെ വരുന്ന ഒരു കർത്താവ്. ഈ കൂടെ വരുന്ന കർത്താവ് നന്മ ചെയ്തവർക്ക് മാത്രമല്ല. ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നുന്നേ, ആ ഭാഗത്ത് ഇവരെ പുറത്താക്കുമല്ലോ, ആദത്തെയും ഹവ്വായെയും പർദീസായിൽ നിന്ന് പുറത്താക്കി കഴിയുമ്പോൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ പിന്നെ പറയുകയാണ്, ഞാൻ കൂടെ കാണും. അതായത് പാപം ചെയ്തവന് പോലും കൂട്ടുപോകുന്ന ദൈവമാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ കാണും, കായേൻ ആബേലിനെ കൊന്നു. കർത്താവ് ഇറങ്ങി വന്നിട്ട് കായേനോട് ചോദിക്കുന്നു, നിന്റെ സഹോദരൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുന്നു. ആ നിലവിളി കേട്ട് ഞാൻ ഇറങ്ങി വന്നതാണ്. നിഷ്കളങ്ക രക്തം നിലവിളിക്കുമെന്ന് നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതാണ്. നിലവിളി കേട്ട് ദൈവം ഇറങ്ങി വന്നു, കായേന് ശിക്ഷ പ്രഖ്യാപിക്കുന്നു. കായേൻ കരഞ്ഞു കൂവുന്നു, കർത്താവേ ഞാൻ തീർന്നു. അപ്പോൾ ഉടനെ കർത്താവ് പറയുന്നു, ഇല്ല, ആരും നിന്നെ തൊടാതിരിക്കാൻ എൻ്റെ മുദ്ര നിന്റെ മേൽ ഞാൻ വെച്ചിരിക്കുന്നു. ആര്? സഹോദര ഘാതകന്റെ പോലും കൂടെ പോകുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ശരിക്കും നമ്മുടെ ദൈവം കൂടെ വസിക്കുന്ന ദൈവമാണ്. ഈജിപ്തിലെ അടിമപ്പാളയത്തിൽ അവർ സങ്കടം അനുഭവിച്ച കർത്താവ് അവരുടെ കൂടെയുണ്ട്. അതിനു മുമ്പ് പൂർവ്വപിതാക്കന്മാരുടെ കൂടെ, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും കൂടെ. അതിനുശേഷം മോശയുടെ കരങ്ങളാൽ ഫറവോയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവരുന്ന വഴിക്ക് ചെങ്കടൽ പകുത്ത് കർത്താവ് കൂടെ നിന്നു. അഗ്നിസ്തംഭമായി മേഘത്തൂണായി കർത്താവ് കൂടെ നിന്നു. മന്ന പെയ്യിച്ച് പാറയിൽ നിന്ന് ജലം പുറപ്പെടുവിച്ച് കർത്താവ് കൂടെ നിന്നു. ഇനിയോ, അവിടെയാണ് ഇനിയും സുന്ദരമായ കാര്യം, കൂടെയായിരിക്കാൻ വാഗ്ദാന പേടകം ഒരുക്കി. അതായത് സാന്നിധ്യത്തിൻ്റെ കൂടാരം, ആ കണ്ടുമുട്ടലിൻ്റെ ഇത് ടെന്റ് ഓഫ് മീറ്റിംഗ്, സമാഗമ കൂടാരം. എന്ത് സമാഗമം? ദൈവവും മനുഷ്യവുമായി കണ്ടുമുട്ടുന്ന സമാഗമ കൂടാരത്തിൻ്റെ നടുക്ക് വാഗ്ദാന പേടകം. അങ്ങനെയാണ് അവർ ഈ 40 ആണ്ട് സഞ്ചരിച്ചത്, ഈ വാഗ്ദാന പേടകം കൊണ്ട്. ഒടുക്കം ജെറുസലേം ദേവാലയം ഒരുക്കി. ആ ദേവാലയത്തിൻ്റെ നടുക്ക് അവർ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നു. മീറ്റിംഗ് പോയിന്റ്, കർത്താവുമായിട്ട് കൂടെ വസിക്കുന്ന ദൈവം. ശരിക്കും ഇത് ഞാൻ പറഞ്ഞില്ലേ, എമ്മാനുവേൽ എന്നത് പുതിയ നിയമത്തിൻ്റെ ആദ്യത്തെ താളിൽ പെട്ടെന്ന് കേട്ടൊരു കാര്യമായിട്ട് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയായിരുന്നു കർത്താവ്. അവൻ ആദ്യം മുതലേ മനുഷ്യരോടൊപ്പം വസിക്കാൻ, മനുഷ്യൻ്റെ കൂടെയായിരിക്കാൻ ആഗ്രഹിച്ച ദൈവമാണ്. ആ ആഗ്രഹത്തിൻ്റെ ക്ലൈമാക്സ് ആണ് ഈശോ മിശിഹ. അവിടെ അത് അതിൻ്റെ കൾമിനേഷനിലേക്ക് എത്തുകയാണ്.
അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ കൂടെ വസിക്ക്, അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വസിക്കും. ഇത് രണ്ടും നടക്കണം. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ 2 ശിഷ്യന്മാർ, സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഈശോയുടെ പുറകെ നടന്നപ്പോൾ അതുങ്ങളിങ്ങനെ വാല് പോലെ പുറകെ വരുമ്പോൾ കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അപ്പോൾ ഇവന്മാർ വെപ്രാളപ്പെട്ട് മറുപടി, ഗുരു അങ്ങ് എവിടെ വസിക്കുന്നു? അപ്പോൾ ഈശോയുടെ ഉത്തരം, വന്ന് കാണുക, വന്ന് കാണുക. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എന്നോടൊപ്പം വസിക്ക്, എബൈഡ് ഇൻ മീ, എന്നോടൊപ്പം വസിക്ക്, കൂടെ വസിക്ക്. കർത്താവിൻ്റെ ക്ഷണമാണത്. കർത്താവ് ക്ഷണിക്കുന്നു കൂടെ വസിക്കാൻ. ആ ബന്ധത്തിൽ നമ്മൾ ക്ഷണിക്കുന്നു, കർത്താവെ ഞങ്ങളുടെ കൂടെ വസിക്കണേ. അതെപ്പോഴാ? എമ്മാവൂസിൽ ശിഷ്യന്മാർ 2 പേരുടെ കൂടെ കർത്താവ് നടന്നപ്പോൾ രാത്രി തുടങ്ങാറായി, പകൽ അസ്തമിക്കുന്നു. ആ നേരത്ത് അവർ ചോദിച്ചു, നാഥാ കൂടെ വസിക്കണേ, മാനേ നൊബിസ്കും ദോമിനേ, നാഥാ ഞങ്ങളുടെ കൂടെ വസിക്കണേ. അതായത് ഈ ബന്ധമാണ് നടക്കേണ്ടത്. ഈ ദൈവം നമ്മോട് കൂടെ എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിൽ അക്ഷരം പ്രതി അനുഭവിക്കേണ്ട ഒന്നാണ്. കർത്താവ് നമ്മോടൊപ്പം, നമ്മൾ കർത്താവിനോടൊപ്പം. അതുകൊണ്ട് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയൊരു സുന്ദരമായ പാട്ടില്ലേ, പരിശുദ്ധ കുർബാന സ്വീകരണ നേരത്തൊക്കെ ചിലയിടത്തൊക്കെ പാടുന്ന കേൾക്കാറുണ്ട്. അത് ആരെഴുതിയതാണെന്നോ ആര് പുറത്തിറക്കിയതെന്ന് അറിഞ്ഞുകൂടാ. അത് ഇറക്കിയവർക്ക് അഭിനന്ദനം, നന്ദി. നിന്നിൽ അലിഞ്ഞു ഞാൻ, നീയായി തീരട്ടെ, എന്നിൽ അലിഞ്ഞു നീ, ഞാനായി തീരട്ടെ. എന്ന് വെച്ചാൽ ഈ പ്രോപ്പർ ബ്ലെൻഡിങ് നടക്കുകയാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ ഓർത്തേക്കരുത്, കർത്താവ് നമ്മളിലേക്ക് ഇറങ്ങി വരികയാണെന്ന്. തിരിച്ചുകൊണ്ട് കർത്താവ് നമ്മളിലേക്കും നമ്മൾ കർത്താവിലേക്കും ലയിച്ചു ചേരുകയാണ്. പുഴ ചേരുന്നത് പോലെയാണ്. ഇനി ആര് ഏത് എന്തെന്നറിയാൻ പറ്റാത്ത രീതിയിൽ രണ്ടും കലർത്തപ്പെടുകയാണ്. പരിശുദ്ധ കുർബാനയിൽ ശരീരം രക്തത്തോടും രക്തം ശരീരത്തോടും കലർത്തപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്കറിയാം, സീറോ മലബാർ കുർബാനയിൽ ഈ രക്ഷകൻ ഈശോധൻ ശിഷ്യരെ അറിയിച്ച എന്ന് പറയുന്ന ആ ഭാഗത്ത് വിഭജന ശുശ്രൂഷയുണ്ട്. അപ്പം മുറിച്ച് ഈ വലിയ അച്ഛൻ്റെ ഇരിക്കുന്ന വലിയ തിരുവോസ്തി മുറിച്ച് അതിൻ്റെ ഒരു കഷ്ണം കൊണ്ട് കാസയുടെ ഉള്ളിൽ വരയ്ക്കും, തിരുരക്തത്തിൽ വരയ്ക്കും, കുരിശു വരയ്ക്കും. പറയുന്നത് എന്താ? തിരുശരീരം കൊണ്ട് തിരുരക്തം റൂഷ്മ ചെയ്യപ്പെടുന്നു. എന്നിട്ട് അതെടുത്തിട്ട് അതുകൊണ്ട് ഈ തിരുവോസ്തിയും കുസ്തോതിക്കുള്ളിലെ ചെറിയ തിരുവോസ്തികളും കുരിശു വരയ്ക്കും. എന്താ അത്? തിരുരക്തം കൊണ്ട് തിരുശരീരം റൂഷ്മ ചെയ്യപ്പെടുന്നു. എന്നിട്ട് പറയുന്നത് പരസ്പരം കലർത്തപ്പെടുകയും കൂട്ടിയോജിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ശരീരവും രക്തവും കലർത്തപ്പെടുന്നത് പോലെയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ കർത്താവുമായി കലർത്തപ്പെടുകയും കൂട്ടിച്ചേർക്കപ്പെടുകയും ചെയ്യേണ്ടത്. അതിൻ്റെ പേരാണ് കമ്മ്യൂണിയൻ. കമ്മ്യൂണിയൻ, ഹോളി കമ്മ്യൂണിയൻ എന്നല്ലേ വിളിക്കുന്നത്. കമ്മ്യൂണിയൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കൂട്ടായ്മ. ദൈവം നമ്മോട് കൂടെ എന്നത് ലിറ്ററലി ഫുൾഫില്ല് ചെയ്യപ്പെടുന്ന ഇടമാണ് പരിശുദ്ധ കുർബാന. അതായത് അവനത് സ്ഥാപിച്ചതിന് അതിനാണ്. നിങ്ങൾ നോക്കിക്കേ, പഴയ നിയമത്തിൽ ആകമാനം ദൈവം കൂടെ വസിക്കുന്ന ദൈവം, കൂടെ വസിക്കുന്ന ദൈവം അതിൻ്റെ ക്ലൈമാക്സ് കാണിച്ചതാണ് ഈശോ തമ്പുരാൻ്റെ മനുഷ്യാവതാരം. മനുഷ്യാവതാരത്തിൻ്റെ 33 വർഷങ്ങൾ, ഒടുവിലത്തെ 3 വർഷത്തെ പരസ്യ ജീവിതം. കർത്താവിന് മനസ്സിലായി പെസഹ അടുത്തു. എന്താണ് പെസഹ? കടന്നു പോകൽ. ഇവിടുന്ന് കടന്നു പോകേണ്ട സമയമായി. കടന്നു പോകേണ്ട ദിവസം അവൻ സ്ഥാപിച്ചതാണ് പരിശുദ്ധ കുർബാന. ഇതെൻ്റെ ശരീരം, ഇതെൻ്റെ രക്തം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. എപ്പോഴൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അതിൻ്റെ മധ്യേ ഈ അപ്പം മുറിക്കപ്പെടണം. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ അതിൻ്റെ മധ്യേ ഞാൻ ഉണ്ടാകും. ഞാൻ കൂടെ വസിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മോട് കൂടെ. ശരിക്കും ആ അനുഭവത്തിലാണ് നമ്മൾ വളരേണ്ടത്. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ക്രിസ്മസ് അതിൻ്റെ ആഘോഷമാണ്. അതായത് നമ്മൾ ആരാധിക്കുന്ന ദൈവം വിദൂരതയിലിരിക്കുന്ന ഒരു ദൈവമല്ല. നമ്മൾ ആരാധിക്കുന്ന ദൈവം ഒരു സങ്കല്പങ്ങളിലെ കെട്ടുകഥകളിലെ ദൈവത്തെ അല്ല ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന ദൈവം സ്വർഗം ചായിച്ചിറങ്ങി വന്ന് എന്നോടൊപ്പമായിരുന്ന ഒരു ദൈവത്തെ, കൂടെ വസിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുകയാണ്. ആ വിചാരത്തോടെ ആരാധിക്കണം. ഇത് പഴയ നിയമത്തിൽ ഇഷ്ടം പോലെയുണ്ട്. നിങ്ങളുടെ ബൈബിളിൽ ഞാൻ ഇനി പറയുന്ന വാക്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുള്ളതാണ് ഓൾറെഡി. ഇനി അടയാളപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നാണക്കേടാണ്. ഇനിയും അത് അടയാളപ്പെടുത്താതെ കിടക്കരുത്. എല്ലാവർക്കും അറിയാവുന്നതല്ലേ ജോഷുവ 1:9, കൂടെ വസിക്കുന്ന ദൈവം ശക്തനും ധീരനുമായിരിക്കുവിൻ. അതായത് വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോകുന്നു, ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളുടെ അലർച്ചകളുടെ മുമ്പിൽ ഞാൻ അങ്ങ് വീണും തളർന്നും പോകുന്നു. ഈ വാക്യങ്ങൾ ഓർത്തു വെക്കുക, ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് കൂടെയുണ്ട്. ജോഷുവ 1:9, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ. നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ 1:9 നിരന്തരം പറഞ്ഞു പ്രാർത്ഥിക്കണം.
നീ പോകുന്നിടത്തെല്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കണം. ഞാൻ പോകുന്നിടത്തെല്ലാം എൻ്റെ ദൈവമായ കർത്താവ് എന്നോട് കൂടെ ഉണ്ടായിരിക്കും. കാരണം എൻ്റെ ദൈവം എമ്മാനുവേലാണ്, കൂടെ വസിക്കുന്ന ദൈവമാണ്. യെശയ്യാ 41:10 ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ 58 ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ പൊതിയുന്ന അനുഭവം. യെശയ്യാ 58:8-9 ഈ ഭാഗം ഒന്നെടുത്ത്. യെശയ്യാ 58:8-9 ഇങ്ങനെയാണത്: അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും, നീ വേഗം സുഖം പ്രാപിക്കും, നിന്റെ നീതി നിന്റെ മുൻപിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നിന്നെ പൊതിഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. നിന്നെ പൊതിഞ്ഞ് കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. ഇത്രയൊക്കെ പറയുമ്പോഴേ നീ അറിയാം, കുറച്ച് പേര് ചിന്തിക്കും, എൻ്റെ അച്ചോ കർത്താവ് കൂടെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ശരിയാ, ബൈബിൾ വാക്യങ്ങളൊക്കെ ഇഷ്ടം പോലെ അതിനെക്കുറിച്ചൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്ന് അനുഭവിക്കാൻ എന്നാ ചെയ്യേണ്ടത്? കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് അനുഭവിക്കാൻ എന്താ ചെയ്യേണ്ടത്? എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് വിജയിക്കും. എളുപ്പ വഴി ആഗ്രഹിക്കേണ്ടത് കർത്താവിനെ ആഗ്രഹിക്കുക, അത്രേ ഉള്ളൂ. കർത്താവിൻ്റെ സാമീപ്യം ആഗ്രഹിക്കുക, ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പോൾ ഇത്രയും കാലം ഞങ്ങൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും പിന്നെ എന്തോ വച്ചു എന്ന് ചോദിച്ചു പോകും. അതിൻ്റെ ഉത്തരം, നമ്മൾ ഇത്രയും കാലം നമ്മളിൽ കുറേ പേരെങ്കിലും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ദൈവത്തെയല്ല, ദൈവാനുഗ്രഹങ്ങളെയാണ്. നമ്മുടെ ആത്മീയതയിൽ പറ്റിയൊരു അപകടമാണത്. നമ്മൾ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും ദൈവത്തിന് വേണ്ടിയിട്ടല്ല, ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടായിപ്പോയി. ഇനിയിപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ ഞങ്ങൾക്ക് വേണ്ടത് നിന്നിൽ നിന്നും കിട്ടുന്ന അനുഗ്രഹങ്ങളല്ല, നിന്നെ തന്നെയാണ്. നിന്നെ തന്നെ വേണം എന്നാഗ്രഹിക്കണം. അതാണ് 145-ാമത്തെ സങ്കീർത്തനം. നമ്മുടെ പട്ടക്രമത്തിൽ തിരുപ്പട്ട ശുശ്രൂഷയിൽ ഒരു കാനോന ഈ വാക്യമാണ്. 145:18 തന്നെ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. തന്നെ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക്. നിങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചേ, അതായത് കർത്താവ് എനിക്ക് മറ്റൊന്നും വേണ്ട കേട്ടോ, ഞാൻ കുറച്ച് ലിസ്റ്റുമൊക്കെ ആയിട്ടാണ് വന്നത്, ആ ലിസ്റ്റൊക്കെ തൽക്കാലം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു, അതൊക്കെ പിന്നെ എപ്പോഴും തന്നാൽ മതി, ഇപ്പോൾ വേണ്ട. എനിക്കിപ്പോൾ വേണ്ടത് വാട്ട് ഐ നീഡ് നൗ ഈസ് യുവർ പ്രസൻസ്. കർത്താവേ, എനിക്ക് വേണ്ടത് നിന്റെ സാന്നിധ്യമാണ്. തന്നെ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുത്തെ സാമീപ്യം ലഭിക്കും. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും. ആ വിചാരത്തോടെ, കോൺഫിഡൻസോടെ ഒന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി നോക്കിക്കേ. ശരിക്കും അത് ഉറപ്പാണ്. നിയമാവർത്തന പുസ്തകം എടുത്തേ. നിയമാവർത്തന പുസ്തകം 4:7 നമുക്കറിയാം. നിയമാവർത്തന പുസ്തകം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ, നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര ചാരത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? വി ആർ പ്രിവിലേജ്ഡ് പീപ്പിൾ, വി ആർ പ്രിവിലേജ്ഡ്. ദൈവം ഇത്ര ചാരത്തുള്ള, ഒന്ന് കണ്ണീരോടെ, ഒന്ന് ആശ്രയബോധത്തോടെ കർത്താവിനെ വിളിക്കുമ്പോൾ ആ നേരത്ത് കർത്താവ് ഇത്ര ചാരത്തുള്ള മറ്റേത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ദൈവം കൂടെയുണ്ട്, ദൈവം കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഹോംവർക്ക് എന്നറിയാമോ? ചെയ്യേണ്ടത് ഒന്ന്, നമ്മൾ പേഴ്സണൽ വർക്കാണ്. ഇതിൽ ഉറക്കുക, ഈശോയെ നീ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ്, നീ ഇമ്മാനുവേലാണെന്നുള്ള തിരിച്ചറിവ് എനിക്കിനിയും പകർന്നു തരണമേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ടുണ്ടല്ലോ, നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുള്ളവരില്ലേ, പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടിൽ നമ്മുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെ ഇടയിൽ വലിയ സങ്കടത്തിലിരിക്കുന്നവർക്കുണ്ട്. അവരോട് ഈ 145-ാം സങ്കീർത്തനവും, തന്നെ ആത്മാർത്ഥമായി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. നിയമാവർത്തനം 4:7 നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ ദൈവം നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര ചാരത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത്? ജോഷുവ 1:9 നീ പോകുന്നിടത്തൊക്കെ നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഒറ്റയ്ക്കായി പോയി എന്ന് തോന്നിയവരോട് അവരെ വിളിച്ചിട്ട് ഈ ആശ്വാസത്തിൻ്റെ ദൂത് പങ്കുവെക്ക്. അപ്പം നിങ്ങളും സദ്വാർത്തയാവുകയാണ്, നിങ്ങളും ഈ സദ്വാർത്തയുടെ ഭാഗമാവുകയാണ്. നിങ്ങൾക്കുള്ള ഹോംവർക്ക് അതാണ്. വലിയ ഉപദേശം ഒന്നും ആർക്കും കൊടുക്കരുതേ, ഉപദേശിച്ച് വെറുപ്പിക്കരുത്. വിളിച്ചിട്ട് പറയേണ്ടത് കർത്താവ് കൂടെയുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞങ്ങളെക്കാളൊക്കെ ശക്തനായ നമ്മുടെ ദൈവം നിൻ്റെ കൂടെയുണ്ട്. കൂടെ വസിക്കുന്നൊരു ദൈവത്തെ ആഗ്രഹിക്കുക. നീ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സങ്കടമില്ലേ, ആ സങ്കടം കുറച്ച് ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പ്രാർത്ഥിക്കേണ്ട കാര്യം, കർത്താവേ നീ കൂടെ ഉണ്ടാകണേ, കർത്താവേ നീ ഒന്ന് കൂടെ ഉണ്ടായാൽ മതിയേ
എന്ന് പ്രാർത്ഥിക്കാൻ പറ്റട്ടെ. ഈ വിചാരത്തോടെ പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആമേൻ. യേശുനാഥാ സ്നേഹനാഥാ എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ യേശുനാഥാ യേശുനാഥാ സ്നേഹനാഥാ എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ യേശുനാഥാ. നീയൻ പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലെല്ലാം ജീവനും സ്നേഹവും യേശുനാഥാ നീയൻ പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലെല്ലാം ജീവനും സ്നേഹവുമേ യേശുനാഥാ യേശുനാഥാ സ്നേഹനാഥാ എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ യേശുനാഥാ. നീയൊഴിഞ്ഞുള്ളു ആനന്ദം ചിന്തിച്ചിടാ യേശുനാഥാ പാരിലില്ലിതുപോ വാനിലില്ലിതുപോ നീയൊഴിഞ്ഞുള്ളു ആനന്ദം ചിന്തിച്ചിടാ യേശുനാഥാ യേശുനാഥാ സ്നേഹനാഥാ എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ യേശുനാഥാ
യേശുനാഥ വാ യേശുനാഥ. പരിശുദ്ധനായവനെ നിനക്ക് ആരാധന. കർത്താവേ, തിരുപ്പിറവിയിലേക്ക് ഈ സദ്വാർത്ത ശുശ്രൂഷയിലൂടെ ഞങ്ങളെ ഒരുക്കുന്ന നിന്റെ കാരുണ്യത്തിന് സ്തുതി. ഈശോ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ മേൽ നീ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നിനക്ക് നന്ദി പറയുന്നു. ഈശോ, എളിയവരും ബലഹീനരും നിസ്സാരരുമായി ഞങ്ങൾ നിന്റെ കരുണയിൽ ആശ്രയം വെച്ചുകൊണ്ട് നിന്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പാകെ നിൽക്കട്ടെ. ദൈവജനമേ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുകരങ്ങളും ചെറുതായി ഒന്ന് ഉയർത്തിപ്പിടിച്ചു. നിങ്ങളായിരിക്കുന്നത് എത്ര പരിമിതമായ സാഹചര്യത്തിൻ്റെ നടുക്കാണെങ്കിലും ശരീരം കൊണ്ടും ഹൃദയം കൊണ്ടും കർത്താവിനെ ആരാധിക്കാനും സ്തുതിക്കാനും നമുക്കൊരുങ്ങാം. ഭവനങ്ങളിലായിരിക്കുന്നവർ പ്രത്യേകിച്ച് ഇരുകരവും ചെറുതായിട്ടൊന്ന് ഉയർത്തി മാലാഖ ഗണങ്ങളോട് ചേർന്ന് വിശുദ്ധരുടെ നീണ്ട നിരയോട് ചേർന്ന് നമുക്ക് വിശ്വാസം പകർന്നു തന്ന പൂർവികരോട് ചേർന്ന് നമ്മുടെ കുടുംബം മുഴുവനോടും ചേർന്ന് തിരുസഭയോട് ചേർന്ന് ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യത്തെ നമുക്ക് സ്തുതിച്ച് ഏറ്റുപറയാം. ഇരുകരങ്ങളും ഉയർത്തി എല്ലാവരും ഒരല്പനേരം ചെറിയ സ്വരത്തിലെങ്കിലും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന ആരാധന ആരാധന. കർത്താവേ, നിനക്ക് മഹത്വം. ഈശോയെ 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 ഈശോയെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ആരാധന. ഈശോയെ നിനക്ക് മഹത്വം. കർത്താവേ, നിന്റെ സാന്നിധ്യത്തിന് നന്ദി. ഈശോയെ കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ കരം ഞങ്ങളുടെ മേൽ ഉയർത്തിപ്പിടിക്കണമേ. അലിവോടെ ഞങ്ങളെ നോക്കണേ ഈശോ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് കനിവോടെ ഉത്തരം നൽകണമേ ഈശോയെ. ആരാധന ആരാധന. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധന ഈശോയെ. ആരാധന 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 ആരാധന. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും. കർത്താവേ, ഞങ്ങൾ കേൾക്കുകയായിരുന്നു. എമ്മാനുവേൽ കേവലം നിന്റെ പേരല്ല, നിന്റെ സ്വഭാവമാണ്. കൂടെയായിരിക്കുന്ന ദൈവമേ, നിനക്ക് ആരാധന. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന, ഞങ്ങൾക്ക് കൂട്ടിരിക്കുന്ന ദൈവമേ, നിനക്ക് ആരാധന. ഈശോ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ആകമാനം ഞങ്ങൾ കാണുന്ന കാഴ്ചയാണത്. സ്വർഗം ചായിച്ച് ഇറങ്ങി വന്ന് നിന്റെ മഹത്വമേറിയ സാന്നിധ്യം മനുഷ്യർക്കായി പകർന്നു നൽകുന്ന കാരുണ്യം, നിന്റെ സ്നേഹം. പർദീസായിൽ ആദത്തിനോടൊപ്പം നടന്ന കാരുണ്യം, തെറ്റുപറ്റിക്കഴിഞ്ഞിട്ടും പാപം ചെയ്തു പോയിട്ടും അകമ്പടി പോകുന്ന സ്നേഹം. സഹോദരഘാതകനായ കായേന്റെ മേൽ വയ്ക്കപ്പെടുന്ന സാന്നിധ്യത്തിന്റെ മുദ്ര. പ്രിയപ്പെട്ടവരിൽ നിന്നും പിറന്ന ദേശത്ത് നിന്നും അബ്രാഹത്തെ വിളിച്ചു മാറ്റി നിർത്തിയപ്പോൾ അവന് കൂട്ടുപോയ പരിപാലന. കൂടപ്പറപ്പുകളാൽ ദ്രോഹിക്കപ്പെട്ട് ഈജിപ്തിലേക്ക് കച്ചവടം ചെയ്യപ്പെട്ട ജോസഫിന്റെ കരം പിടിച്ച സ്നേഹം. ഈജിപ്തിന്റെ അടിമപ്പാളയത്തിൽ ഇസ്രായേലിനെ വിടുവിച്ച് ചെങ്കടൽ പകുത്ത് മരുഭൂമിയിലൂടെ അവരെ നയിച്ച നിന്റെ പദ്ധതി, നിന്റെ സാന്നിധ്യം.
മേഘത്തൂണായി, അഗ്നിസ്തംഭമായി, മന്നായി, ജലമായി, വാഗ്ദാന പേടകമായി, സമാഗമ കൂടാരത്തിൽ കൂട്ടിരുന്ന നിന്റെ സാന്നിധ്യം ഈശോയെ, പഴയ നിയമത്തിൽ ആഗമനം കാണുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ക്ലൈമാക്സ് ആണല്ലോ ക്രിസ്മസ്. കൂടെ വസിക്കുന്ന ദൈവമേ, നിനക്ക് ആരാധന. ദൈവജനമേ, നമുക്കുള്ള ആശ്വാസത്തിന്റെ ദൂത ആണത്. കർത്താവ് കൂടെയുണ്ട്. സങ്കടപ്പെടുന്നവർക്ക്, കണ്ണീര് വാർക്കുന്നവർക്കുള്ള കർത്താവിൻ്റെ ആശ്വാസത്തിന്റെ വാക്കാണത്. ഞാൻ കൂടെയുണ്ട്. കൂടെയുള്ള ദൈവമേ, പ്രത്യേകിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക്, തകർന്നിരിക്കുന്നവർക്ക്, നിരാശയുടെ പടുകുഴിയിലേക്ക് വീണുപോയവർക്ക്, ഇനി ഉയർത്താൻ ഞങ്ങൾ കാര്യമില്ലെന്ന് തേങ്ങുന്നവർക്ക്, ഇനിയൊരു പ്രതീക്ഷയും പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയവർക്ക്, കൺമുമ്പിൽ ഇരുട്ട് പടർന്നവർക്ക്, പ്രത്യാശയുടെ സാന്നിധ്യമായി താന്നിറങ്ങി വരുന്ന ദൈവമേ, നിനക്ക് ആരാധന. ദൈവജനമേ, പരിശുദ്ധ കുർബാനയെങ്കിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച ദൈവത്തിൻ്റെ കാരുണ്യം, പുത്രന്റെ സ്നേഹം നമുക്ക് ഏറ്റുപാടി പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമേ, സ്നേഹമേ. കാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത കലരാത്ത തായ്പാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഈശോയെ, എനിക്ക് വേണ്ടി കൂടിയാണ് നീ സ്വർഗത്തിൽ നിന്ന് പെയ്തിറങ്ങിയത് എന്നത് എൻ്റെ ആശ്വാസമാണ്, എൻ്റെ അഭിമാനത്തിൻ്റെ വിഷയമാണത്. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിൽ കാണുന്ന നഷ്ടപ്പെട്ടു പോയ ആടാണ് ഞാൻ. കർത്താവേ, ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ, ഈ കാലമൊരുക്കുന്ന കൗതുകങ്ങൾ ഇടയൻ്റെ ആല വിട്ട് പുറത്തേക്കിറങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പാപത്തിന്റെ വഴിയെ നടന്നകന്നുപോയ ഞാൻ ഏതോ മുൾച്ചെടി കാട്ടിൽ കൊമ്പുടക്കിക്കടന്നു തേങ്ങുന്ന അവസ്ഥയാണിത്. ഇപ്പോൾ ഞാൻ കടന്നു പോകുന്ന അനുഭവം അതാണ്. എൻ്റെ ഇടയനെ നഷ്ടപ്പെട്ട്, ഇടയൻ്റെ ആല വിട്ട്, ഏതോ മുൾച്ചെടി കാട്ടിൽ കൊമ്പുടക്കിക്കടന്ന് തേങ്ങുന്ന എൻ്റെ നിലവിളികൾക്ക് കാതോർത്ത് എൻ്റെ ചാരത്തേക്ക് ഇറങ്ങി വരുന്ന എൻ്റെ അപ്പാ, കൂടെയായിരിക്കുന്ന എൻ്റെ കർത്താവെ, ഞാൻ കാണുന്നു. എന്നെ നീ ആ മുൾച്ചെടി കാട്ടിൽ നിന്ന് കോരിയെടുത്ത് നിന്റെ തോളിൽ ഇടവും അഭയവും നൽകി നിന്റെ ആലയിലേക്ക്, നിന്റെ സഭയിലേക്ക്, കൂട്ടായ്മയിലേക്ക് എന്നെ തിരികെ ചേർക്കുന്ന അനുഭവം, എന്നെ ഉയർത്തുന്ന ദൈവമേ, എന്നെ ചേർത്ത് പിടിക്കുന്ന സാന്നിധ്യമേ, നിനക്ക് ആരാധന. കാണാൻ കൊതിച്ചെന്നാൽ കൂടെ വസിക്കും, കൂട്ടം പിരിഞ്ഞാലും തേടിയെത്തും. കാണാൻ കൊതിച്ചെന്നാൽ കൂടെ വസിക്കും, കൂട്ടം പിരിഞ്ഞാലും തേടിയെത്തും. തേടി വന്നിടിലോ തോളിലേറ്റും, തോളിലെടുത്തവൻ ഉമ്മ നൽകും. തേടി വന്നിടിലോ തോളിലേറ്റും,
നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഈശോയെ, കൂടെയായിരിക്കുന്ന എമ്മാനുവേലായിരിക്കുന്ന നിന്റെ സ്നേഹം കേവലം 33 വർഷത്തെ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് അവസാനിച്ചു പോകുന്നില്ലല്ലോ. യുഗാന്ത്യത്തോളം കൂടെയായിരിക്കാൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് എനിക്ക് കൂട്ടായിരിക്കുന്ന ദൈവമേ, ഓരോ പ്രഭാതത്തിലും പരിശുദ്ധ ബലിപീഠത്തിങ്കൽ നിന്റെ പ്രാണനൂറ്റി നൽകി എനിക്കായി പ്രാതലൊരുക്കുന്ന എൻ്റെ കർത്താവേ, നിനക്ക് ആരാധന. ഈശോയേ, പാപിയായ എനിക്ക്, വീണുപോയ എനിക്ക് നിന്റെ ചങ്ക് പകുത്തു നൽകി നീ അന്നമൂട്ടുന്ന അനുഭവമാണ് ഈ പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാന എമ്മാനുവേലാണെന്ന്, ദൈവം കൂടെയായിരിക്കുന്ന അവസ്ഥയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി മനുഷ്യനായവനെ, എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ശരീരം തകർത്തവനെ, എൻ്റെ തിരിച്ചുവരവിന് വേണ്ടി രക്തം ചിന്തിയവനെ, എനിക്കു രക്ഷ സമ്മാനിക്കാനായി പരിശുദ്ധ കുർബാനയായി പരിശുദ്ധ മദ്ബഹായിങ്കൽ എഴുന്നള്ളി വരുന്ന എൻ്റെ കർത്താവേ, നിനക്ക് ആരാധന. പ്രാണൻ കൊണ്ടിന്നവൻ പ്രാതൽ വിളമ്പും, പാവിയെന്നോർക്കാതൻ ഉള്ളിൽ വരും. പ്രാണൻ കൊണ്ടിന്നവൻ പ്രാതൽ വിളമ്പും, പാവിയെന്നോർക്കാതൻ ഉള്ളിൽ വരും. വീണു പോയിടിലോ വീണ്ടെടുക്കും, വീണ്ടെടുത്തവനെന്നെ സ്വന്തമാക്കും. വീണു പോയിടിലോ വീണ്ടെടുക്കും, വീണ്ടെടുത്തവനെന്നെ സ്വന്തമാക്കും. ദിവ്യകാരുണ്യമേ, ദൈവസ്നേഹമേ, ഉണ്ണാൻ മറന്നാലും ഊട്ടാൻ മറക്കാത്ത തളരാത്ത തായ് പാവമേ, കനിവിൻ്റെ കൂദാശയേ, ദിവ്യകാരുണ്യമേ, സ്നേഹമേ, കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. പരിശുദ്ധ കുർബാനയുടെ മുമ്പാകെ ആരോഗ്യമുള്ളവരൊക്കെ മുട്ടിന്മേൽ നിൽക്കട്ടെ. ഭവനങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിൽ നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ മുട്ടിന്മേൽ നിന്ന് ഇരുകരങ്ങളും കർത്താവിങ്കിലേക്ക് ചെറുതായി തുറന്നു പിടിച്ച് നമുക്ക് ഈരടി ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. കൂടെ വസിക്കണേ, പോകരുതേ, കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ഈശോ, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നാഥനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണത്. പകൽ അസ്തമിക്കാറായി, പകൽ അസ്തമിക്കാറായി, ഇരുട്ടു പടരുന്നു, നീ കൂടെ വസിക്കണം. ഈശോ, സമാനമായ ഒരു സാഹചര്യമാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലും ലോകത്തിലും ഞങ്ങൾ കാണുന്നത്. പകൽ അസ്തമിക്കാറായി, ഇരുട്ടെങ്ങും പടർന്നു തുടങ്ങി. ഈശോ, ഇരുട്ട് പടരുന്ന ഈ കാലത്ത് ഇടറി വീഴാതിരിക്കാൻ സത്യപ്രകാശമേ, നിന്റെ സാന്നിധ്യം ഞങ്ങൾ കരുളണമേ. ഈശോ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് പടർന്നു പിടിക്കുന്ന എല്ലാ മേഖലകളെയും സമർപ്പിച്ച്, പ്രത്യേകിച്ച് നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥകളെ,
പാപത്തിൻ്റെ ചായ്വുകളെ, പ്രലോഭനങ്ങളെ, പാപക്കൂട്ടുകളെ ഒക്കെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, നീ കൂടെ വേണേ, കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. ചേർന്ന് പ്രാർത്ഥിക്കാം. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. പ്രത്യേകിച്ച് വലിയ ഏകാന്തതയിലും ഒറ്റപ്പെടലിലും കഴിയുന്നവരെ സമർപ്പിക്കാം. ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോയവർ, പെട്ടെന്നൊരു ദിവസം ഒറ്റയായി പോയവർ, മക്കള് ദൂരദേശങ്ങളിലേക്ക് ജോലിക്കും മൈഗ്രേഷനൊക്കെയായി മാറിപ്പോയവർ, ഭവനങ്ങളിലായിരിക്കുന്ന വൃദ്ധരായ മനുഷ്യർ, അവരുടെ ഒറ്റപ്പെടൽ, അവരുടെ ഏകാന്തത, ദൂരദേശങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവർ, ജോലിക്കായി പഠനത്തിലായി ഒറ്റയ്ക്കായി പോയ നമ്മുടെ മക്കൾ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾ, കർത്താവേ, അവരെയൊക്കെ തിരുമുമ്പാകെ സമർപ്പിച്ച് അവർക്ക് വേണ്ടി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടെ വസിക്കണേ. ഞങ്ങളുടെ ഏകാന്തതയുടെ വഴികളിൽ, ഞങ്ങളുടെ ഒറ്റപ്പെടലിൻ്റെ നേരങ്ങളിൽ ഏകയായി ഞങ്ങൾ മാറിപ്പോകാതെ നിന്റെ സാന്നിധ്യം ഞങ്ങളെ പൊതിയുന്ന അനുഭവം ഞങ്ങൾക്ക് സമ്മാനിക്കണേ. ആഗ്രഹത്തോടെ, ദാഹത്തോടെ ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് ഈശോയെ പാടി പ്രാർത്ഥിച്ച് ആരാധിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങാം. നമുക്ക് ആവർത്തിച്ച് പാടി പ്രാർത്ഥിക്കാം. കൂടെ വസിക്കണേ നാഥാ, കൂടെ വസിക്കണേ മാനേ നൊബിസ്കും ദോമിനെ. ഞങ്ങളുടെ ഒപ്പം വസിക്കണേ ഞങ്ങളുടെ കർത്താവ് തമ്പുരാനെ. കൂടെ വസിക്കണേ, പോകരുതേ. കൂട്ടുവേണം നിന്റെ സ്നേഹബലം. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.